വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നതും സെനറ്റ് അംഗങ്ങളെ തീരുമാനിക്കുന്നതും പൂർണ്ണമായിട്ടും BJPയുടെ RSSൻ്റെ പ്രമുഖ വ്യക്തികളായി മാറുമ്പോഴും ഒരു പ്രതിഷേധവും മാറുന്നില്ല. എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള നിലപാടില്ല. ഗവർണർ കൈകാര്യം ചെയ്യുന്ന വിദ്യാഭ്യാസ മേഖലയിൽ ഉൾപ്പെടെയുള്ള നിരവധി തലങ്ങളിലുള്ള കാവ്യവൽക്കരണ പ്രക്രിയയിൽ പൂർണ്ണമായിട്ടും കൂട്ടുനിൽക്കുകയാണ്. പ്രതിഷേധിക്കാൻ പോലും വേണ്ടത്ര സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട പ്രശ്നം. പിന്നീട് ഇതിൻ്റെ ഭാഗമായിട്ട് അവർ പറഞ്ഞുകൊണ്ടിരുന്നത് കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയുടെ മുഴുവൻ കുറ്റവും LDF സർക്കാരിൻ്റെ ഭാഗമായിട്ടാണ് എന്നുള്ളതാണ്. അപ്പോൾ ബഡ്ജറ്റിൻ്റെ ഭാഗമായി നേരത്തെ നയപ്രഖ്യാപന പ്രസംഗത്തിലും പിന്നെ ഈ പറയുന്ന രീതിയിലുള്ള ധവളപത്രത്തിലുമെല്ലാം BJPക്ക് അനുകൂലമായി എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ്റിനെ ശക്തിയായിട്ട് എതിർക്കുന്നതിന് പകരം കേരളത്തിൻ്റെ പരിമിതിയെ സംബന്ധിച്ചും അതിൻ്റെ ഭാഗമായിട്ട് അന്ന് കൈകാര്യം ചെയ്ത LDF ഗവൺമെൻറ്റിനെയും കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത്. ആദ്യം പറഞ്ഞിരുന്നത് പൂച്ച പെറ്റ ഒരു ഖജനാവാണ് കിട്ടിയതെന്ന്. അതൊക്കെ പിന്നെ അവർ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ തന്നെ മാറ്റേണ്ടി വന്നു. ആ മാറ്റിയിട്ട് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ്. മാത്രമല്ല സംസ്ഥാന ആസൂത്രണ ബോർഡിനെ ആസൂത്രണ ചുമതലയിൽ നിന്നും മാറ്റി ഉപദേശ സമിതി എന്ന രീതിയിൽ ഉണ്ടാക്കാനാണ് തിങ്ക് ടാങ്ക് എന്ന പുതിയ പേര് കൊടുത്ത് ഉപദേശിക്കുക. വേറെ കാര്യങ്ങളൊന്നും നിർവഹിക്കേണ്ടതില്ല എന്ന തലത്തിലേക്ക് കാര്യങ്ങൾ വരുന്നത്. യഥാർത്ഥത്തിൽ ഇതെല്ലാം കാണിക്കുന്നത് കേരളം നേടിയ ലോകത്തിൻ്റെ മുമ്പിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഇടതുപക്ഷ ബദൽ പൂർണ്ണമായിട്ടും തകർത്ത് വലതുപക്ഷ സ്വകാര്യവൽക്കരണത്തിൻ്റെയും സമ്പത്തിൻ്റെ കൊള്ളയുടെയും ഒരു തലത്തിലേക്ക് കേരളത്തെ മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോഴിവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ മേഖലയിലുള്ള ശ്രമം എന്ന കാര്യം ഞാനിവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. ബഡ്ജറ്റ് യഥാർത്ഥത്തിൽ ജനങ്ങളെ വഞ്ചിക്കുന്നതും സ്വകാര്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് കോർപ്പറേറ്റുകൾക്ക് പൂർണ്ണമായിട്ട് കേരളത്തെ തീരെഴുതി കൊടുക്കാൻ പ്രായത്തിലുള്ള ആ തരത്തിലുള്ള ഒന്നായിട്ടാണ് മാറിയിട്ടുള്ളത് എന്ന് ഇന്നലത്തെയും ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചയുടെ ഭാഗമായിട്ട് കൂടി ബഡ്ജറ്റിനെ പരിശോധിക്കുമ്പോൾ കാണാനാവും. പത്രം പറഞ്ഞതുപോലെ പദ്ധതിയുണ്ട്, പക്ഷേ പണം എവിടെ എന്ന ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരമില്ല. ആ ഉത്തരം കണ്ടെത്താൻ അവർക്കാവുന്നുമില്ല. ഏതൊക്കെ മേഖലയിൽ നിന്നാണ് സ്വകാര്യ മേഖലയിലേക്ക് പണം വരാൻ പോകുന്നത് എന്ന കാര്യത്തിൻ്റെ വിശദീകരണം പോലും നൽകാൻ അവർക്കായിട്ടുമില്ല. അപ്പോൾ നടക്കാത്ത കാര്യങ്ങൾ ഉൾപ്പെടെ ചേർത്ത് പെരുപ്പിച്ച് വലിയ ജനശ്രദ്ധ നേടുന്നു എന്നുള്ള പ്രചാരവേലയിലൂടെ മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ചില ശ്രമങ്ങൾ മാത്രമാണ് ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നത്. യാഥാർത്ഥ്യബോധമുള്ളതല്ല എന്നതാണ് ഇതിൻ്റെ രത്നചുരുക്കം എന്ന രീതിയിൽ പറയാനുള്ളത്. പണം കണ്ടെത്തുന്നതിന്റെ സ്വകാര്യ നിക്ഷേപത്തെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ ഈ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്ന ഘട്ടത്തിൽ ഈ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ പ്ലാൻ എയും പ്ലാൻ ബിയും പ്ലാൻ സിയും ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പൊ അതിൽ അദ്ദേഹം പറഞ്ഞിരുന്ന ഒരു ഭാഗം ഈ സ്വർണത്തിന്റെ വിപണി, അതിൽ നിന്ന് ലഭിക്കുന്ന ടേൺ ഓവറിന്റെ അനുസരിച്ചിട്ടുള്ള നികുതി കേരളത്തിൽ ലഭിക്കുന്നത് ഏകദേശം 15,000 കോടി രൂപ ലഭിക്കുന്നൊക്കെയാണ് അദ്ദേഹം അന്ന് പറഞ്ഞത്. അങ്ങനെ ഒരു ധനസമാഹരണത്തിന്റെ ഒരു കാര്യവും ഈ ബഡ്ജറ്റിന്റെ ഒരു ഭാഗത്ത് സൂചിപ്പിക്കുന്നില്ല. ഒന്ന്, അതിന്റെ ഒപ്പം കൂട്ടിച്ചേർക്കാനുള്ളത് സ്വകാര്യവൽക്കരണത്തെ സംബന്ധിച്ച് ചോദിച്ചു. ഇത് നയപരമായ മാറ്റമാണല്ലോ എന്ന് ചോദിച്ചപ്പോൾ കോൺഗ്രസിന്റെ ഇന്ത്യയിലെ നയം ഇത് തന്നെയാണെന്ന് അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തു. അത് കോൺഗ്രസിന്റെ നയം സ്വകാര്യവൽക്കരണ നയം തന്നെയാണ്. BJP ഇപ്പോഴും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക നിലപാടുകളെല്ലാം കോൺഗ്രസ് തുടങ്ങി വെച്ചതോ അല്ലെങ്കിൽ ആരംഭിച്ചതോ ആയ ആഗോളവൽക്കരണ നിലപാടിൻ്റെ ഭാഗമായിട്ടുള്ളത് തന്നെയാണ്. നരസിംഹറാവു മുതൽ ഇങ്ങോട്ട് നടപ്പിലാക്കിയിട്ടുള്ള സാമ്പത്തിക നയം തന്നെയാണ് BJP ഇപ്പോഴും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സാമ്പത്തിക നിലപാട് സംബന്ധിച്ച് അവർക്ക് കേന്ദ്രവും അതുപോലെ തന്നെ അതിൻ്റെ സംസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന കോൺഗ്രസ് ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ UDF ഗവൺമെൻറ്റിൻ്റെ നയം തമ്മിൽ വ്യത്യാസമില്ല, വൈരുദ്ധ്യമില്ല. പിന്നെ VD സതീശൻ പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ പറഞ്ഞ നിരവധി കാര്യങ്ങൾ സ്വയം വിഴുങ്ങുകയാണ്. ഒന്നും തന്നെ അവർ അതിൻ്റെ ഗൗരവത്തിൽ കാണാനോ പ്ലാൻ എയും ബിയും സിയും ഒന്നുമില്ല എന്ന് എല്ലാവർക്കും ഇപ്പോഴും വ്യക്തമായി. പുതിയ പണം കണ്ടെത്താനുള്ള ഒരു പദ്ധതിയും ആസൂത്രണം ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതും ബഡ്ജറ്റിലൂടെ വ്യക്തമാണ്. അതുകൊണ്ട് സ്വർണത്തിൻ്റെ നികുതി മാത്രമല്ല ഒരു കാര്യവും
സ്വാഭാവികമായിട്ട് നമ്മൾ ബഡ്ജറ്റ് പരിശോധിച്ച് നോക്കിയാൽ ഈ പ്ലാൻ എയും ഇല്ല, ബിയും ഇല്ല, സിയും ഇല്ല. ഈ ഭൂപരിഷ്കരണത്തിന്റെ കാര്യത്തെ പറ്റി പറഞ്ഞല്ലോ, ബജറ്റുമായി ബന്ധപ്പെട്ട്. എന്നാൽ ഈ LDF സർക്കാരിന്റെ രണ്ടാം സർക്കാരിന്റെ കാലത്ത് വ്യവസായങ്ങൾ അല്ലെങ്കിൽ സംരംഭങ്ങൾ തുടങ്ങാനായി തോട്ടഭൂമികൾ പരിവർത്തനം ചെയ്യാനുള്ള ഒരു നിയമ ഭേദഗതിയിലേക്കും അതിന്റെ ഇടപെടലിലേക്കും വന്നിരുന്നല്ലോ. അത് സമാനമായിട്ട് എപ്പോഴും നടക്കാം. അതല്ല, അതും ഇതും തമ്മിൽ വലിയ വ്യത്യാസമാണ്. ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് എന്താ പറഞ്ഞാൽ, ഇവിടെ സ്വകാര്യ ഭൂമിയുണ്ട്, തോട്ടം ഉൾപ്പെടെയുള്ള ഭൂമിയുണ്ട്. ആ ഭൂമി പരിവർത്തനം ചെയ്ത് ഏതെങ്കിലും രീതിയിൽ ആർക്കെങ്കിലും സ്വകാര്യ മൂലധന നിക്ഷേപത്തിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവരാനില്ല. ആ മേഖല രക്ഷപ്പെടാൻ എന്താണ് വഴി? അതിൻ്റെ വൈവിധ്യവൽക്കരണമാണ്. ആ വൈവിധ്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ചില കാര്യങ്ങൾ വളരെ വളരെ ചെറിയ ചില നീക്കുപോക്കുകൾ മാത്രമേ നടത്താൻ അനുവദിച്ചിട്ടുള്ളൂ അതാത് സ്ഥലത്ത്. അത് ഇതുപോലെ ലാൻഡ് ബാങ്ക് ഉണ്ടാക്കി കോർപ്പറേറ്റുകൾക്ക് നൽകാൻ വേണ്ടിയിട്ടുള്ള പദ്ധതി ആസൂത്രണം ചെയ്തതല്ല. തോട്ടം മേഖലയിൽ ഉണ്ടായിട്ടുള്ള വൈവിധ്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ചില ചെറിയ ചെറിയ സമീപനങ്ങളാണ്, നീക്കങ്ങളാണ് നടത്താൻ അനുവദിച്ചത്. ബാക്കി തോട്ടം നിലനിർത്തിക്കൊണ്ട് തന്നെ, തോട്ടത്തിൻ്റെ തന്നെ ഭാഗമായിട്ട് തരിശു ഭൂമി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർക്ക് തന്നെ ഈ രീതിയിലുള്ള പരിപാടികൾ ചെയ്യാമെന്നാണ് നമ്മൾ വ്യക്തമായി ചൂണ്ടിക്കാണിച്ചിരുന്നത്. അതും ഇതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അത് ആ പദ്ധതിയും ഈ പദ്ധതിയും രണ്ടും രണ്ടാണ്. അല്ല, അത് വീര്യം കുറഞ്ഞ മദ്യം എന്നുള്ളത് കൊണ്ട് അന്ന് ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് ആലോചിച്ചത്, നമ്മൾ ഈ കശുവണ്ടി ഉണ്ടല്ലോ, അതിൻ്റെ മാങ്ങ, കശുമാങ്ങ, ആ കശുമാങ്ങയൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള വീര്യം കുറഞ്ഞ മദ്യത്തെ സംബന്ധിച്ചാണ്. ഇത് അതല്ല. ഇതിപ്പോഴവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വീര്യത്തിൻ്റെ പറഞ്ഞല്ലോ ഇത്ര ശതമാനം, അത്ര 10% കുറവ്, അതുപോലെ തന്നെ 10%, 15, 20 അങ്ങനെയാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ നിർമ്മിക്കുന്നതാണത്. മറ്റത് പ്രകൃതിദത്തമായിട്ട് കിട്ടുന്ന വളരെ പ്രധാനപ്പെട്ട കേരളത്തിൻ്റെ കാർഷിക വിളവുകളിൽ നിന്ന് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന മദ്യത്തിൻ്റെ അത് വീര്യം കുറവായിരിക്കും. ആ വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ ടാക്സാണ് ഉദ്ദേശിച്ചത്. അല്ലാണ്ട് ഇതിപ്പോൾ ആർക്കും ഡിസ്റ്റിൽ തുടങ്ങി വീര്യത്തിൻ്റെ, അതായത് ഈ സ്പിരിറ്റിൻ്റെ അളവ് കുറച്ച് വീര്യം കുറവാണെന്ന് പറഞ്ഞ് വിൽക്കാനുള്ള സൗകര്യം കൊടുക്കുകയാണ്. അതാണ് ഉണ്ടായത്. അതാണ് വിമർശനപരമായിട്ട് വന്നത്. അല്ല, എല്ലാ വ്യവസായത്തിനും നമ്മൾ പിന്തുണ നൽകുന്നില്ലല്ലോ. ഇമാതിരിയുള്ള വ്യവസായത്തിന് ഇപ്പോൾ തന്നെ ഉണ്ടല്ലോ 200-250% ഇപ്പോൾ ടാക്സ് ഉണ്ടല്ലോ. അതാണല്ലോ 100-150 കുറക്കുന്നത്. അതാ പ്രശ്നം. നേരെ മറിച്ച് നേരത്തെ പറഞ്ഞതുപോലെ കാർഷിക ഉൽപ്പന്നങ്ങളിൽ നിന്ന് വീര്യം കുറഞ്ഞ മദ്യം ഉണ്ടാക്കി വിൽക്കുന്നുണ്ടെങ്കിൽ അത് കൃഷിക്കാർക്ക് കൂടി ഗുണം ചെയ്യുന്ന പദ്ധതിയാണ്. ആ പദ്ധതിയാണ് ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് ആ സന്ദർഭത്തിൽ അംഗീകരിച്ചു കൊടുത്തിട്ടുള്ളത്. ഞാൻ തന്നെ മന്ത്രിയായിരുന്ന സന്ദർഭത്തിലാണ് ഇതിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗവേഷണപരമായ പഠനം വന്നപ്പോൾ നമുക്കിത് എന്തുകൊണ്ട് കേരളത്തിലെ ഈ വേസ്റ്റായി പോകുന്ന ഒന്നും ഉപയോഗിച്ചു അതൊക്കെ മാത്രമല്ല, ഇത് ഈ പ്രധാനമായിട്ടും മലബാറിൽ ഈ കശുമാങ്ങിയാണ് വലിയ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഗോവയിൽ ഇഷ്ടംപോലെ ഇപ്പോൾ തന്നെ കൊടുക്കുന്നുണ്ട്.